ആ യാത്രനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. നൻസ എഴുലമുമിൻ കലാമി എന്ന ഷർത്തൽ പിത്തിരിക്ക് അബുലി അയ്യാമി സുഹരി യുഫാരിക്കുമോ തുസ്തലത്തോ മുജാവസത്തോ ലിൽ കസരി. യാത്രയിൽ കസറും ജമ്മുഒക്കെ ആക്കൽ അനുവദനീയമാകാൻ നാടിൻ്റെ എവിടെ വിട്ട് കിടക്കണമെന്നാണോ നിബന്ധന? അത് നോമ്പിൻ്റെ കാര്യത്തിലും വിട്ട് കിടക്കണം. കവല തെരുവൽ ഫജരി ഫജർ ഉദിക്കണമോ സുബൈവം കൊടുക്കണേ മുമ്പ് നാട്ടിൽ നിന്ന് ആള് പുറത്തിറങ്ങാം. സുബൈവം കൊടുക്കുമ്പോൾ മഹലിൽ തന്നെയാണ്. അന്ന് തന്നെയൊക്കെ നോമ്പ് പോകാൻ പറ്റില്ല. അതാണ് വിഷയം. ഒത്തനിക്ക് യാത്ര പോണ ഒരാൾ രാവിലെ ഒത്തനിക്ക് അതിനൊന്നും നോമ്പ് വെക്കാൻ പറ്റില്ല. രാത്രി പോകാം. ഇതിൽ നിങ്ങൾ സുബൈൻ മുമ്പ് നാടിൻ്റെ അതിർത്തി വിട്ടിടണം. മഹലിൻ്റെ അതിർത്തി അല്ല കേട്ടോ, നാടിൻ്റെ അതിർത്തി എന്നുള്ളത് ഒരു വളരെ ശ്രദ്ധേയമായൊരു പ്രയോഗമാണ്. ഒരു നാടിൽ ചിലപ്പം മഹല്ലുകൾ ഇങ്ങനെ ജുമകൾ പലപ്പോഴും വന്നിട്ടുണ്ടാവും. മഹല്ല് തരമായിട്ടൊരു അതിർത്തി വിശേഷിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് അങ്ങനെ ജുമ എണ്ണ മാറി ഒരേ മഹല്ല് ഒരേ നാട്. ഇപ്പോൾ പാണ്ടിക്കാട് നമ്മുടെ പരിസരത്ത് വലിയൊരു നാടായിട്ട് ഞാൻ കാണുന്നതാണ്. പാണ്ടിക്കാട് എന്നൊരു നാട്ടിൽ ഈ തലക്കലും ഒരു ജുമയുണ്ട്. പണ്ടൊന്നുമില്ലേ ഈ അങ്ങേ തരത്തിലൊരു ജുമ തുടങ്ങും. ഒക്കെ തുടങ്ങുമ്പോൾ അതിനൊക്കെ മഹല്ല് തിരിച്ചു. പക്ഷെ പാണ്ടിക്കാട് എന്ന പ്രദേശത്തിന് ഒരു അതിർത്തി ഉണ്ടോ? അതിർത്തി കൊടുക്കണം. അല്ലാതെ ഓല് നിശ്ചയിച്ച ജുമ തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ചെറിയ വരമ്പിട്ടാണ്ട് അതാണ് കിടക്കുമ്പോൾ തന്നെ യാത്രയാവില്ല. മനസ്സിലാകണ്ടോ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളവിടെ ഇത് കിടന്നയും അടുത്ത മഹലിപ്പം മുടിക്കോഴാണ്. പഴയ കാലത്തൊക്കെ സൂക്ഷ്മതയുള്ള ആളുകൾ എന്താ ചെയ്യാറോ, ഇവിടെ മയത്തി സ്പേസ് മുടിക്കോട്ടുന്ന വോയിബായ മയത്തിന് നിസ്കരിക്കൂല, ഇവിടെ കവറിന്ന് തന്നെ നിസ്കരിക്കുള്ളൂ. അങ്ങനെ സൂക്ഷ്മത ഉണ്ടായത്. അതിനതൊക്കെ ഒരേ ബലതാവോ എന്നുള്ളൊരു സൂക്ഷ്മത. വോയിബാഹി മയത്തിന് നിസ്കരിക്കണമെങ്കിൽ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ജമ്മാക്കുമ്പോഴും കസറാക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. യാത്രയൊക്കെ കഴിഞ്ഞ് പെരിയ വന്നാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നാടിൻ്റെ അതിർത്തിക്ക് എത്തുന്നതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം സംഗതികളൊക്കെ. ജമ്മു കസറാക്കളൊക്കെ നാട്ടിൽ നിന്ന് യാത്രക്കാരനല്ലല്ലോ. നാട്ടിലെത്തി കഴിഞ്ഞാലും നാട്ടിൽ പോണേറ്റ് മുമ്പല്ല യാത്രക്കാരനല്ല. അപ്പോൾ നോമ്പിൻ്റെ കാര്യത്തിൽ ഫജറിൻ്റെ മുമ്പായിട്ട് ഈ പറഞ്ഞ അതിർത്തി വിട്ടിരിക്കണം. എന്നാലാണെന്ന് എന്താക്കാൻ പറ്റുള്ളൂ, നോമ്പ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പിന്നെ നോമ്പ് ഒഴിവാക്കലാണോ നല്ലത് അതോ നോൽക്കലാണോ നല്ലത്? രോഗികളെ സംബന്ധിച്ച് ഇന്നലെ പറഞ്ഞു നിർബന്ധമായിട്ട് നോമ്പ് ഒഴിവാക്കണമോ? അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. തയമോ ഹലാലാണ് ചുറ്റുപാടൊക്കെ. അതായത് കട്ടകാലമൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കൽ എന്താണ് നിർബന്ധ. യാത്രക്കാരൻ്റെ എങ്ങനെയാണ്? യാത്രക്കാരൻ്റെ തഞ്ഞ് പറഞ്ഞു കേൾക്കുള്ളൂ. ഓ മറ അന്നോയിൻ തളറബി സൗറി നോമ്പ് കൊണ്ടുപോകാൻ ഇടങ്ങറുണ്ടെങ്കിൽ ഫിത്തുറക്കുക. അപ്പോൾ നോമ്പ് ഒഴിവാക്കാനാണ് ഏറ്റവും നല്ലത്. ഇടങ്ങറുണ്ട് ഒരിടങ്ങറില്ല. നല്ല നല്ല സുഖയാത്രയാണ്. നല്ല AC വണ്ടിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത യാത്രയാണെങ്കിലോ അപ്പോൾ നമുക്ക് നോക്കലാണ് എൻ്റെ ഒരിക്കലും ജവാസ് ഉണ്ടെങ്കിലും നല്ലത് എന്താണെന്ന് പറയാം, നോക്കലാണ് നല്ലത്. ഇതൊക്കെ പറയണം. ഇതിലിഞ്ഞ് വേറൊരു വർത്താനം പറയണം. ഒലായിബാൽ ഫിത്തറോ നോമ്പ് ഒഴിവാക്കാനൊന്നും പറ്റൂല യാത്രക്കാരന്. ഐസിലൊന്നും വർഷം മുബിയ തയമുൻ തയമും ഹലാലാക്കണ യാതി. തയമും ഹലാലാക്കാനുള്ള രോഗം മാറല് വൈകുകയോ ഒരു അവയവത്തിൻ്റെ ഉപയോഗം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത്തരം ഘട്ടകാലൊക്കെ ഉണ്ടാകുമ്പോഴാണ് തയമും ഹലാലാകുക. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇമൻ കസബി സബരി മഹല തറഹുസി. ഒരാൾ യാത്ര കൊണ്ടുള്ള ഉദ്ദേശം തന്നെ ഈ ഇളവെടുക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. യാത്ര പോയ നോമ്പ് ഒഴിവായി കൊണ്ടുവച്ചിട്ട് എല്ലാ വിളവന്മാരെ പറ്റിയും പറയും. പിന്നെ തങ്ങൾ പറയണം ആ ജാതി കള്ളന്മാരിപ്പം നന്നായി ഒഴിവാക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ. സാധാരണ എന്തെങ്കിലും പ്രശ്നമൊന്നും കാണുന്നില്ല എന്തൊരു ഒഴിവാക്കാൻ. പ്രശ്നമുണ്ടെങ്കിൽ നല്ലത് ഒഴിവാക്കണം. അങ്ങനെയാണ് ഇത് പറഞ്ഞു ഒഴിവാക്കാനൊക്കെ പറയ നോമ്പിൻ്റെ കാര്യമെന്ന് പറയാൻ. നിങ്ങളത് ഉമ്രക്ക് എന്താ ചെയ്യണത്? നോമ്പിനെ അല്ല പിന്നെ ഒഴിവാക്കാനല്ലേ ഫർദിന് ഒഴിവാക്കാം. ഫർദിൻ്റെ കാര്യം എന്ന് പറയണേ, റമദാൻ മാസത്തെ കാര്യം എന്ന് പറയാം. അല്ലെങ്കിൽ നരസൊക്കെ നോമ്പിനൊക്കെ ബാധക പറയുമ്പേ ഏതുപോലെ ആ ബളവന്റെ ഒരു ഉദാഹരണം എങ്ങനെയാണ്? കമൻ സരക്ക ത്വരീക്കല്ല പോയത് അരിൽ കസരി. ഒരാൾ നിസ്കാരം കസറാക്കാൻ വേണ്ടിയിട്ട് ദൂരമുള്ള വഴി കൂടെ പോയി. അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് 2 വഴിയുണ്ട്. ഒന്ന് ഷോർട്ടാണ്. അതിൽ പോയ 132 തേയില.
അപ്പം വളഞ്ഞു പോയി, ഭയങ്കര ലോങ്ങായി റോഡ് പോയി ഈ കസറാക്കുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി. അത് പറ്റാത്ത മരിക്കന്നെയാണെന്ന് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? ഒക്കെ പറയുന്നത് പിന്നെ ഇതിൽ ഇങ്ങനെ പറയുന്നു മുഅ്മിനീങ്ങളെ, ഇങ്ങനെന്നറിയോ, വല ലിമൻ, ഒരുത്തനും യാത്രയുടെ പേരിൽ മുമ്പ് പോകാൻ പറ്റില്ല. ലാ യർജു സമൻ എത്നീസി, ഓനെ കള്ളാ കൂട്ടാൻ പറ്റിയിട്ട് നോക്കിയിട്ട് കാണില്ല. അങ്ങനത്തെ ഒന്നും യാത്രയിൽ എന്താക്കരുത്. എന്താ കഥ കൂട്ടാൻ സമയമില്ലാത്ത ലീ ഇതാമത്തി സഫറ, ഓന് കാരാകാര യാത്ര, റമദാൻ കഴിഞ്ഞൊരു യാത്ര, സവ്വാലോ മുഹറത്തിലൊക്കെ യാത്ര തന്നെയാണ്. ഓരോ യാത്ര തന്നെയാണ് പണി. അങ്ങനത്തെ ഉണ്ടോക്കെ കച്ചവടക്കാരൊക്കെ കച്ചവടക്കാരെങ്ങനെ എന്ന് Due cattolate che sei dei cotti fuori in cane, quello che porti അപ്പൊ ഒരു മാസത്തെ നോമ്പ് റമദാന്റെ പേര് യാത്രക്കാരനായിട്ട് ഒഴിവാക്കിയ പിന്നെ ഒരു മാസം കള്ളാ കൂട്ടാൻ വന്ന് കിട്ടൂലെന്നുണ്ടെങ്കിൽ ഓനെ ഒഴിവാക്കരുതെന്ന് പറയാം. ഇനി ശ്രദ്ധിച്ചോട്ടോ, ഒരു വിഷയം പറയാണ്. പിന്നെ വലു അസ്ബഹ സ്വായിമൻ, ഒരാൾ നോമ്പുകാരനായിട്ട് പുലർന്നു 10 മണി വരെ നോമ്പുണ്ടായി. ഇപ്പൊ മരിത 10 മണിക്കാണ് രോഗം ഉണ്ടായത്. രാത്രി ഒന്നും രോഗമില്ല, നോമ്പ് പറ്റാട്ടെങ്കിൽ 10 മണി 12 മണി 8 മണിയൊക്കെ ആയി. അപ്പൊ നോമ്പിടാൻ തുടങ്ങി. അഫ്സറാവനപ്പം നോമ്പ് വെക്കാം, കുഴപ്പമില്ല. ഇനി ഒരു നിബന്ധന കേട്ടോ മോമിനികളെ, വളരെ ശ്രദ്ധിക്കണം. ഹില്ലിൽ ഫിത്രി ബിൽ ഉദരി, ഒരു ഉദർ കാരണമായിട്ട് നോമ്പ് ഒഴിവാക്കുകയും പറ്റണമെങ്കിൽ നിബന്ധന ഉണ്ട്. കസ്തു തറഹുസി, ഞാനൊരു ഇളവ് എടുക്കുകയാണെന്ന് ഉദ്ദേശിക്കണം എന്നാ ഒരു നീയത്തൊക്കും പോലെ. അല്ലാതെ വെറുതെ നോമ്പോടെ ഒഴിവാക്കിയാവുക. ഒരു ഉദറുണ്ടായിട്ട് ഒഴിവാക്കണമെന്നും അല്ലാതെ ഒഴിവാക്കണം വ്യത്യാസമുണ്ട്. ഒരു ഉദറില്ലാതെ ഒരു കള്ളത്തനത്തിന് ഒഴിവാക്കണമല്ലോ അവിടെ. ഓൻ്റെ മറുക്കല്ല ഇവൻ, ഞാൻ ഈ രോഗമുള്ളത് കൊണ്ട് ഈ ഇളവ് എടുക്കുകയാണെന്നുള്ളൊരു ഒരു കസ്ത് നീയത്തൊക്കും പോലത്തെ ഒരു പരിപാടിയാണ്. അത് നിർബന്ധമാണെന്നാണ് പറയുന്നത്. അല്ല വെറുതെ നോമ്പോടെ ഒഴിവാക്കിയാൽ പോരാ. ആ ശരി. പിന്നെ വേറെ സംഭവം, നസ്ബ സായമൻ, ഒരാൾ നോമ്പുകാരനായിട്ട് പുലർന്നോ സാഫറ, പിന്നെ 10 മണിക്ക് യാത്ര തുടങ്ങി. അങ്ങനെ പല നോമ്പുകൾക്കും മറ്റു നേരത്തെ ആദ്യം പറഞ്ഞത് കിട്ടിയത് ഈ രോഗത്തിൻ്റെ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു. ഇനി വേറൊരു കാര്യം, ഒരു അസുബഹൽ മരീദ് പോലെ മുസാഫിറു സായമേ, ഒരാൾ രോഗിയാണ്. ഈ 10 മണിക്ക് രോഗി രോഗമല്ല, ഇന്നലെ മിന്നാന്നൊക്കെ രോഗമുണ്ട്. ശരാത്തിന് എത്തിച്ച് നോമ്പ് കൊടുക്കാൻ മനസ്സിലാകും. അങ്ങനെ അയാൾ നോമ്പുകാരനായിട്ട് പുലർന്നോ. അങ്ങനെ യാത്രക്കാരനും അങ്ങനെ തന്നെയാണ്, നോമ്പ് ഒഴിവാക്കാൻ പറ്റിയ ആളാണ്, പക്ഷെ നോമ്പ് നോച്ചു. സുമ്മ അറാദൽ ഫിത്തറ, പിന്നെ വീട്ടിൽ ഉണ്ടാക്കും നോമ്പ് ഒഴിവാക്കുന്ന രോഗമല്. ഇത് 10 മണിയപ്പോ പറ്റുമോ? ഗാസ, അതിനൊരു കുഴപ്പമില്ല, കറാർത്ത് പോലും ഇല്ലാന്ന് അത് ചെയ്യാം. ഇനി അതുപോലെ വേറൊരു മസല എന്താണെന്നറിയോ, ഫലും അക്കാമൽ മുസാഫിറു, ആ മുസാഫിർ അപ്പം നാട്ടിൽ മുഖ്യമായി പിന്നെ യാത്ര നിർത്തിവെച്ചോ. അല്ലെങ്കിൽ സുഫിയ, രോഗിക്ക് സുഖമായി, രാത്രി ചെയ്തും വെച്ചാണ്, ഇവർക്ക് ഒഴിവാക്കൽ ജവാസം ഉണ്ടായിരുന്നു. യാത്രക്കാരനാണ്, രോഗിയാണ്. പക്ഷെ ആ യാത്രക്കാരൻ്റെ യാത്ര നേരം വെളുത്തപ്പോൾ നിർത്തിവെച്ചു. രോഗിയാണെങ്കിൽ സുഖമായും ചെയ്തു, എന്നാ അർമൽ പിതൃ പിന്നെ ഓർക്കാൻ പാടില്ല. ഒരു രാത്രി നീയത്ത് വെക്കേണ്ടിയിരുന്നില്ല, രോഗിയാണ് യാത്രക്കാരനാണ്, പക്ഷെ നീയത്ത് വെച്ചു. പിന്നെന്തോ വട്ടകാലത്തിന് അന്നത്തെ യാത്ര മുടങ്ങി, അല്ലെങ്കിൽ യാത്ര നിർത്തിവെച്ചു, വൈക്കുന്ന യാത്ര നിർത്തി. അതാണ് ഈ പറയുന്നത്. അല്ല രോഗി 10 സുഖമായി, നോമ്പ് ചെയ്തതാ, നോമ്പിട്ടില്ലേ കുഴപ്പമില്ലേ, ചെറിയ ചോറ് വയ്ക്കാമായിരുന്നു അയാൾക്ക്. ഞാൻ രോഗിയാണല്ലോ, സുഖമായി 10 സുഖമായത്. പക്ഷെ നോമ്പുകാരനായിട്ടാണോ പിന്നെ പുലർന്നത്, പിന്നെ ഓന് ഈ രോഗമൊക്കെ മാറി ഉടൽ നീ, അതുകൊണ്ട് ഓന് മുറിക്കാൻ പാടില്ല. മനസ്സിലായോ? ഇനി ഇതിന് പറയുന്ന മസല എന്താ വെച്ചാൽ, ഈ രോഗി യാത്രക്കാരൻ്റെ നോമ്പ് ഒഴിവാക്കിയല്ലോ, ഓലപ്പോൾ കഥ കൂട്ടണം, മനസ്സിലാക്കണോ? അതുപോലെ തന്നെ ഹൈദുള്ള പെണ്ണും വിഫാസുള്ള പെണ്ണും ഒക്കെ എന്താക്കണം, നോമ്പ് കഥ കൂട്ടണം. മുട്ട് കൊടുക്കണ്ടല്ലോ. മുട്ടിന്റെ വിഷയം നേരത്തെ റസൂല് പറയുന്നുണ്ട്. ഇല്ല, നോമ്പ് കൊടുക്കണ്ടല്ലോ, കഥ കൂട്ടണ്ടല്ലോ, കഥ കൂട്ടിയാണ്. മുട്ട് കൊടുക്കേണ്ടത് ആരാ വെച്ചാൽ, പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ ഈ മുല കൊടുക്കണ പെണ്ണുങ്ങളും പള്ളിയിലെ പെണ്ണുങ്ങളും, ഓല് കുട്ടിനെ ചൊല്ലിയിട്ടാണ് നോമ്പ് കാപ്പിനെ ശീല കഥ കൂട്ടമാണ് 10 കൊടുക്കുമാണ്. ഓല തടിമലുള്ള പ്രശ്നമാണെങ്കിലോ വേണ്ട. പള്ളിയിലുള്ള പെണ്ണുങ്ങളും
വെള്ളം കൊണ്ട് പെണ്ണുങ്ങളും നോമ്പ് ഒഴിവാക്കൽ രണ്ടും ഉദ്ദേശം ഉണ്ടാവും. ഒന്ന് കുട്ടിൻ്റെ കാര്യത്തിൽ, കുട്ടിക്ക് കട്ടകാലം ഉണ്ടാവിച്ചിട്ടാണെങ്കിലും കഥ കൂട്ടും വേണം, മുദ്ദ കൊടുക്കും വേണം. നേരെ മറിച്ച് കുട്ടിൻ്റെ പ്രശ്നമല്ല, തള്ളക്കുന്ന പ്രശ്നമാണ്. നോമ്പ് വെക്കുമ്പോഴുള്ള പള്ളിയും തിരിഞ്ഞ് നോമ്പ് വെക്കുമ്പോൾ കുട്ടിയുടെ ഡോക്ടർമാർ, വിശ്വസ്തരായ ഡോക്ടർമാർ പറഞ്ഞു എന്താണ് നമുക്ക് കൊടുക്കണ്ട, കഥ കൂട്ടിയാൽ മതി. ഇനി തള്ളത് കൂട്ടിക്കുമ്പോഴുള്ള പ്രശ്നമാണ്, അത്രയും മുദ്ദ കൊടുക്കണ്ട. തള്ളക്ക് പ്രശ്നം ഉണ്ടല്ലോ. കുട്ടിനെ ചൊല്ലിയിട്ടാണെങ്കിൽ അവിടെ മുദ്ദുറക്കരുത്. പിന്നെ മുദ്ദുറപ്പിൽ എന്നാലും നമ്മൾ പറഞ്ഞു. അപ്പം ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് പറയുന്നുണ്ട്, പിന്നെ വാർദ്ധക്യമോ അല്ലെങ്കിൽ ഒരു രോഗമോ, ആ രോഗം സുഖം യാതൊരു പ്രതീക്ഷയില്ല, സുഖമായിട്ട് നോമ്പെടുക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷ അല്ലാതെ ആണെങ്കിൽ അപ്പം മുട്ട മുദ്ദുറക്കണം. പിന്നെ ഈ പറഞ്ഞ കള്ളന്മാരൊക്കെ അടുത്ത റമദാന്റെ മുമ്പായിട്ട് കളവ് വീട്ടാൻ ചാൻസ് കിട്ടിയിട്ടും കളവ് വീട്ടിയില്ലെങ്കിൽ മുദ്ദും കൊടുക്കണം, പിന്നെ കളവ് കൂട്ടുന്നതാണ്. അപ്പോൾ കൊല്ലം ഇങ്ങനെ രണ്ടെണ്ണമാകുമ്പോൾ 2 മുദ്ദോ അങ്ങനെ ഒരു കണക്കുണ്ട്. അത് വേണമെങ്കിൽ അടുത്ത ബസ്സിൽ പറഞ്ഞേ നമുക്ക് വായിക്കാൻ സാർ. ഈ പ്രശ്നത്തിൽ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞിട്ടൊന്നും മുദ്ദൊന്നും വേണ്ട. യാത്രക്കാരൻ, രോഗി, നോമ്പ് ഒഴിവാക്കി പിന്നെ ഒരു കളവ് കൂട്ടുന്നു. അടുത്ത റമദാന്റെ മുമ്പാണ് കളവ് കൂട്ടിയ ചെയ്യും, മുദ്ദ വേണ്ട. അടുത്ത റമദാന്റെ മുമ്പ് നോക്കാൻ കഴിഞ്ഞിട്ട് നോക്കിട്ടില്ലെങ്കിൽ എന്താക്കണം, ഈ വെള്ളമാണ് മുദ്ദുറുക്കുക. അതാകും മുദ്ദിന്റെ വിഷയം അടുത്ത അധ്യായത്തിലാണ് വിശദമായിട്ട് പറയണം. പിന്നെ താരിഖു നീയത്തി, നീയത്ത് ഉപയോഗിച്ച ആളുണ്ടല്ലോ, രാത്രി നീയത്തൊക്കെ മറന്നാണ്ട് നോമ്പ് ഒഴിവാക്കുന്നുണ്ടല്ലോ, അവർക്ക് തല കൂടാം. നമുക്കിപ്പോൾ പ്രശ്നം എന്നാണ് പറഞ്ഞു, നീയത്തൊക്കെ വന്നാൽ ഉച്ചൻ്റെ ഒപ്പം എന്താക്കി മതി, ഹനഫി മദ്ഹബ് പ്രകാരം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കഥ കൂട്ടൊന്നും വേണ്ട. പിന്നെ വീരൊരു കാര്യം പറയുന്നുണ്ട്, വൈജുമ ഫാത്താബില്ലേമായി ബോധശ്യം കാരണമായിട്ട് എന്താ ഇറാക്കുന്ന മിസ്സായി, കഥ കൂട്ടണം. കഥ കൂട്ടുന്ന ആൾ തന്നെയാണ്, മുർത്തദാലും അങ്ങനെ തന്നെയാണ്. ദൂനൽ കുഫരിൽ അസ്ലിയായ കാപ്പുറം കഥ കൂട്ടണ്ട, വസിബ കുട്ടികൾ കൂട്ടണ്ട, വലിയ പിരാന്തന്മാരും കഥ കൂട്ടണ്ട. ബോധം കെട്ടാനിപ്പോ നോമ്പ് കൂടിയോ? ഇല്ല, ഞാനല്ല. അപ്പോൾ നോറ്റ് പിന്നെ ബോധം കെട്ടല്ല എന്താ വില, നോമ്പ് വയ്യ. പക്ഷെ അയാൾക്ക് രാത്രിയും ബോധമല്ല, 3 ദിവസമായി ബോധം പോയിട്ട് എന്നൊക്കെ പറയും. അങ്ങനത്തെ പറഞ്ഞ ഒരു കഥ കൂടാ. നോമ്പ് നോറ്റിലുള്ള 10 ബോധമാണ് പോയി. ഇവിടെ നോമ്പിനൊന്നും ബോധം വന്നിട്ടില്ല, അയാളെ നോമ്പിന് കുഴപ്പമില്ല. നോമ്പിന് കയറ്റം ഉണ്ടായി, ഞാൻ പകൽ ഫുള്ള് ബോധമില്ലാതെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് നോക്കണം, അതിനുള്ള ബോധം വേണം. ഇത് അതും ഇല്ലാത്ത ബോധമില്ലാത്തവരെ പറ്റിയാണ് പറയുന്നത്. ഒരു കഥ കൂടണം. ഇരാന്തന്മാരെന്താക്കണ്ട കൂട്ടണ്ട. ഞങ്ങളോട് പറഞ്ഞു, ഈ ചന്നിയുള്ളവരെ കയ്യിലപ്പെടുക. ചന്നി ഉണ്ടായതിൻ്റെ നിസ്കാരം നോമ്പൊന്നും എന്താണെന്ന് അറിയാത്ത ഇപ്പൊന്നും തെക്കിലീഫില്ല, നിസ്കരിച്ചോളണമെന്നില്ല, നോമ്പ് വിട്ടോളണമെന്നില്ല. ഒരു മുത്തും കൊടുക്കണ്ട, മുദ്ദും വേണ്ടേ, മുദ്ദും വേണ്ടോ ചന്നി ഇരാന്ത്. മുദ്ദ് വേണ്ടത് വാർദ്ധക്യം വേണം. നോമ്പ് റമദാനെ കൊൽക്കാരി നോക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരാണ് ഒബ്ബുറുകൾ. പിന്നെ കുട്ടികളുണ്ടല്ലോ, കുട്ടിപ്രായത്തിൽ ഒഴിവാക്കിയതൊന്നും കഥ കൂട്ടണ്ട, ഇരാന്തും കൂട്ടണ്ട. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഒരൊറ്റ മസലോട് പറയട്ടോ, ഈ കൂട്ടത്തിലുള്ള തീർക്കാം ഫസല് തീർക്കാം. പിന്നെ എന്താ വെച്ചാല് ഇവരൊന്നും ഇൻസാക്ക് ചെയ്യണം. അപ്പൊ എൽസമുൽ ഇൻസാക്കുമൻ താബിൽ കിട്ടിരി, വെറുതെ നോമ്പ് ഒഴിവാക്കിയ ആളുകളൊക്കെ എന്താക്കണം, നോമ്പ് പൊളിച്ചിട്ട് നിർബന്ധം. നോമ്പ് പറ്റില്ല നടക്കാൻ അങ്ങനെ നീയത്തൊക്കെ നീയത്ത് നടന്നാലും അങ്ങനെയാണ്. എന്നാൽ അത് നീയത്തൊക്കെ മറന്നാണ്ട് കഞ്ഞി മോശാൻ പറ്റില്ല, നോമ്പുണ്ടാവില്ല. ചോറും കഞ്ഞിയും നോമ്പുണ്ടാവില്ല, കളർ തൊട്ട് മാറ്റി വരും. നീയത്തൊക്കെ മറന്നല്ല സമയം, നീയത്തൊക്കെ മറന്നിട്ട് ചാരി തരാൻ പറ്റൂല. നോമ്പ് പറ്റാതെ മരുന്ന് നിൽക്കും വേണം, കളർ കൂട്ടും വേണം. അങ്ങനെയുണ്ട്. ആരും അങ്ങനെ തന്നെയാണ്. ഒരു അകാരണമായിട്ട് നോമ്പ് ഒഴിവാക്കിയ ഒരാളാണ് അങ്ങനെ തന്നെ. പിടിച്ചു നിൽക്കണം, നോമ്പ് മാറ്റി ഒരേ മരുന്ന് നിൽക്കണം. രോഗിയും പിന്നെ അങ്ങ് മുസാഫൊന്നും അങ്ങനെയല്ല. ധാരാളം തിരികെ നോമ്പ് ഉച്ചൻ്റെ സ്വരം കാരണം മാറി. അപ്പൊ നോമ്പ് ഒരു രോഗം കാരണം ഇട്ടാൽ നോമ്പ് ഒഴിവാക്കി. ഉച്ചപ്പെട്ടിന് നോമ്പ് എന്തായി, സുഖായി. അല്ല, സോക്കർ എന്തായി, സുഖായി. എന്നാലും ആദ്യം ചോമ്പ് വെച്ചാൽ അതിനൊക്കെ കുടിച്ചാൽ അതിനൊന്നും കുഴപ്പമില്ല. കുടിച്ചിട്ടൊന്നും വേണ്ട. അയാൾക്ക് രുദ്രുണ്ടായിരുന്ന ഇവര് നീങ്ങലാണ്. മറ്റേ ചങ്കയുണ്ടല്ലോ നീയത്തൊക്കെ മറന്ന, ഓന് പറ്റില്ല, ഓന് വെള്ളം കുടിച്ചാൻ പറ്റൂല. ഞാൻ ഓരോ മസലൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത അധ്യായം ഏതെന്നറിയോ, വേണമെങ്കിൽ നമുക്ക് പറയാം. ഏത് ഫിദിയ എവിടെയൊക്കെ വരിക, ഈ മുത്ത് കൊടുക്കുന്ന വിഷയങ്ങൾ എവിടെയൊക്കെയാണ് വരിക എന്നുള്ള ഒരു കാര്യം കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം.